ഈ ഫിലിപ്പ് മമ്പാടിൻ്റെ വിഷയത്തിൽ ഒരുപാട് പേർ ഒരുപാട് വ്യത്യസ്തമായ പോസ്റ്റുകളും ഓഡിയോ ക്ലിപ്പുകളും വീഡിയോ ക്ലിപ്പുകളും പഴയകാല സംഭവങ്ങളും ഒക്കെ എനിക്ക് അയക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് മതിയായില്ല എന്ന ബോധ്യത്തിലാണ് എന്നെ കൺവിൻസ് ചെയ്യിക്കാൻ വേണ്ടി അയക്കുന്നത്. എനിക്ക് വരുന്നതിലധികവും അദ്ദേഹത്തിൻ്റെ ഈ ചെയ്ത പ്രവൃത്തികളുടെ ഒരു കുറ്റകൃത്യ സ്വഭാവങ്ങളുടെ ഡീവിയൻസിൻ്റെ ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റിയുടെ ഒരു ക്രിമിനലിസത്തിൻ്റെ ഒക്കെ പശ്ചാത്തലം സൂചിപ്പിക്കുന്ന സംഗതികളാണ്. ഞാൻ അയക്കുന്ന എല്ലാവരോടും സ്നേഹപൂർവ്വം പറയുന്നൊരു കാര്യം, എനിക്ക് അദ്ദേഹത്തിൻ്റെ കാര്യത്തെ സംബന്ധിച്ച് നല്ല ബോധ്യമുണ്ട്. ആ ചെയ്ത പ്രവൃത്തിയിൽ അല്ലെങ്കിൽ ആ നടന്ന സംഭവത്തിൽ ഉള്ള കാര്യത്തെ സംബന്ധിച്ച് എനിക്ക് അത് തികച്ചും ശരിയല്ലാത്ത കാര്യമാണ്, ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റിയാണ്, ക്രിമിനൽ പ്രവൃത്തിയാണ് നടന്നത് എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ എനിക്ക് ബോധ്യമല്ലാത്ത ഒരു കൂട്ടം കാര്യങ്ങൾ അതിൻ്റെ പുറത്ത് വീഴുന്ന ഒരാളിൻ്റെ മുകളിലേക്ക് ഇടണ്ട എന്ന് കരുതിയാണ് ഞാനത് അങ്ങനെ സംസാരിച്ചു പോയത്. എന്തുകൊണ്ടാണ് ഞാനങ്ങനെ സംസാരിച്ചതെന്ന് ചോദിച്ചാൽ അത് എൻ്റെ അനുഭവം കൂടി ചേർത്ത് വെച്ചാണ് ഞാൻ അതിനെക്കുറിച്ച് അങ്ങനെ സംസാരിച്ചത്. ഞാനൊരു ഔദ്യോഗിക ജീവിതത്തിൽ എനിക്കെതിരെ ഒരു അച്ചടക്ക നടപടി ഉണ്ടായി. എന്നെ സസ്പെൻഡ് ചെയ്തിരുന്നു. ആ ചെയ്തിരുന്ന വേളയിൽ ആ സസ്പെൻഡ് ചെയ്തതിനെ സംബന്ധിച്ച് ഞാനതിന് പ്രത്യേകിച്ച് ഏതെങ്കിലും രാഷ്ട്രീയ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സംഗതിയുടെ ഒരു 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 ആളും ആഘോഷവും ആരവവും ഒക്കെ ഉണ്ടാക്കി ഒരു പ്രതിഷേധമോ മറ്റൊന്നും ഞാൻ മുതിർന്നില്ല. അതിൻ്റെ വഴിക്ക് അതങ്ങ് സ്വാഭാവികമായി പൂർത്തിയായിക്കൊള്ളട്ടെ എന്ന് പറയുന്ന ഒരു നിലപാടാണ് ഞാൻ സ്വീകരിച്ചത്. പക്ഷേ ആ വേളയിൽ എന്തെല്ലാം തരത്തിലുള്ള ആക്ഷേപങ്ങളാണ് ഓരോരുത്തർ പറഞ്ഞു വെച്ചത് എന്നുള്ളത് എന്നെ തന്നെ ചിലപ്പോഴൊക്കെ ചിരിപ്പിക്കാറുണ്ട്. അതിലെന്നെ ഞെട്ടിച്ചൊരു സംഗതി, അൽ ജസീറയുടെയും ISSൻ്റെയും ഒക്കെ കൊല്ലം പ്രാദേശിക ലേഖകനാണ് ഞാൻ എന്ന് പറയുന്ന ഒരു പ്രയോഗം കണ്ടു. ആ പ്രയോഗം നടത്തിയത് നമ്മുടെ സാമുവൽ മാത്യു ആണ്. എനിക്ക് ആ പ്രയോഗം സാമുവൽ മാത്യു നടത്തിയതുകൊണ്ട് എനിക്ക് വലിയ പ്രയാസമൊന്നും തോന്നിയില്ല. എന്നാൽ ദിവസങ്ങൾക്ക് ശേഷം NM പിയേഴ്സൺ ഒരു അഭിമുഖത്തിലിരുന്ന്, പുള്ളിയൊക്കെ എന്തോ ഒരു ബുദ്ധിജീവിയായിട്ടാണ് നമ്മൾ കണക്കാക്കിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. NM പിയേഴ്സൺ ഇരുന്ന് അതിനെ എൻഡോഴ്സ് ചെയ്ത് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെയുണ്ട്, അൽ ജസീറയുടെ ലേഖകൻ കൊല്ലത്തുണ്ട് എന്ന് പറയുന്ന തരത്തിൽ ഞാൻ ഈ NM പിയേഴ്സനെ വിളിച്ചു. സാമുവൽ മാത്യുവിനെ ഞാൻ വിളിക്കേണ്ട കാര്യമില്ല. NM പിയേഴ്സനെ വിളിച്ചപ്പോൾ ആ സാത്വികനായ വിശകലന വിദഗ്ധൻ എന്നോട് പറഞ്ഞത് എന്താണെന്നറിയുമോ? ഞാനത് അത്ര അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല, ഞാനങ്ങനെ ഒഴുക്കിനങ്ങ് പറഞ്ഞു പോയതാ, കുഴപ്പമില്ല, അത് ഞാൻ വേറെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ തിരുത്തിക്കോളാം എന്നാണ് പുള്ളി എന്നെക്കുറിച്ച് പറഞ്ഞത്. ഒന്ന് ആലോചിക്കേണ്ടത്, എത്രമേൽ ക്രിമിനൽ സ്വഭാവമുള്ളതും എത്രമേൽ ആൻറ്റി സോഷ്യൽ സ്വഭാവമുള്ളതും എത്രമേൽ രാജ്യദ്രോഹപരമായ പ്രവൃത്തികളുമൊക്കെയാണ് ആ ഘട്ടത്തിൽ എനിക്കെതിരെ ആരോപിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണൊരു സത്യം. ആ സന്ദർഭത്തിലും എന്നെ അറിയാവുന്ന, എന്നെ മനസ്സിലാക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ, വ്യത്യസ്ത ജാതിയിലും മതത്തിലും പെട്ടവർ കേട്ടോ, അത് എടുത്തു പറയേണ്ടതുണ്ട്. എന്തെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, പണ്ട് നിക്കാബിൻ്റെ കാര്യം വന്നപ്പം ഒരു തബ്ലീഗ് സംഘടനയുടെ പരിപാടിക്ക് ഇനി സാറാ പ്രദേശത്തേക്കേ വരണ്ട എന്ന് സംഘാടകർ വിളിച്ചു പറഞ്ഞതുപോലൊന്നും പല ക്ഷേത്രങ്ങളും പറയാറില്ല, പല ചർച്ചുകളും പറയാറില്ല. അതാണ് അതിൻ്റെ സത്യം. ഇപ്പോൾ കാട്ടിൽ മേക്കതിൽ അമ്പലത്തിൽ പോകാറുണ്ട്, പരബ്രഹ്മ ക്ഷേത്രത്തിൽ പോകാറുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ അഴീക്കൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ അവിടുത്തെ പരിപാടിക്ക് പോകാറുണ്ട്. അവരാരും അങ്ങനെ പറയാറില്ല. പക്ഷേ ഈ പറയുന്ന കൂട്ടത്തിൽപ്പെടുന്നവരാണ് പലപ്പോഴും ഇത് കത്തിച്ചു വിടുന്നത്. ഞാനിതൊക്കെ ഓർത്തു പോയത് എന്താണെന്ന് വെച്ചാൽ, അയാൾ ചെയ്തത് ക്രിമിനൽ പ്രവൃത്തിയാണെന്നും അത്തരമൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്നുമൊക്കെയുള്ള ധാരണ എനിക്കിപ്പോഴല്ല നേരത്തെ ഉണ്ട്. അദ്ദേഹത്തിനോടൊപ്പം ഒരുപാട് പേർ സെൽഫി എടുക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ എൻ്റെ മനസ്സിൽ ആ ചിന്തയുണ്ട്. മനുഷ്യരാരും, ഞാൻ ഉൾപ്പെടെ എല്ലാവരും സമ്പൂർണ്ണരാണ് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ആൻറ്റി സോഷ്യൽ ക്രിമിനൽ ഇതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ട്. എൻ്റെ മൊബൈലിൽ തന്നെ പലരും അയച്ചു തന്ന പല ഘട്ടങ്ങളിലെയും പല സംഭവങ്ങളും ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ അത് വല്ലാണ്ട് പറഞ്ഞ് ഒരാളിനെ അങ്ങനെ ചെയ്യണ്ട, എനിക്ക് ബോധ്യമില്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് അങ്ങനെ പറയണ്ട എന്ന് മാത്രമല്ല, ആ സംഭവിക്കാവുന്നത് സംഭവിച്ച് കഴിഞ്ഞ് വീണ് കഴിഞ്ഞ് പിന്നെയും അവിടെ ഇട്ട് അടിക്കുന്ന ആ സംഗതി വേണ്ട എന്ന് വിചാരിച്ചാണ് ഞാനങ്ങനെ പറഞ്ഞത്. അത് ധ്വനിപ്പിക്കുന്ന രീതിയിലാണ് വല്ലാതെ വെളുപ്പിക്കേണ്ട എന്നെല്ലാവരുടെ അടുത്തും പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ വല്ലാതെ അങ്ങ് വെളുപ്പിച്ച് ഈ പറഞ്ഞതുപോലെ ചതിച്ചതാണ്, വഞ്ചിച്ചതാണ്, ലഹരി മാഫിയ പൂട്ടിയതാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു ബോധവൽക്കരണത്തിന് നടക്കുന്നവരെയൊന്നും പൂട്ടേണ്ട ജോലി ലഹരി മാഫിയക്കൊന്നുമില്ല. നിങ്ങൾ ലഹരി മാഫിയൊക്കെ എന്താ മനസ്സിലാക്കിയേക്കുന്നത്? 5-6 അടുത്ത് പോയി ലഹരിക്കെതിരെ സംസാരിച്ചുകൊണ്ട് ലഹരി മാഫിയ കൊല്ലുമെന്നോ? അങ്ങനെയല്ല. അതൊക്കെ അവർ കൊല്ലുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ ട്രാക്കിങ്, അവരുടെ ഈ പറയുന്ന എന്താ പറയുന്നത്, അത് കടത്തലുമൊക്കെയായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അവരൊക്കെ അതിനു വേണ്ടി മുതിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും അങ്ങ് നമ്മളെല്ലാത്തിനെയും അങ്ങ് അവിശ്വാസത്തിൻ്റെ പാത്രത്തിൽ കൂട്ടേണ്ട കാര്യമില്ല. മറുവശത്ത്
അയാൾ ഉപജീവന മാർഗത്തിന് വേണ്ടി ഞാൻ ഖുർആൻ പഠിച്ചതാണ്, മറ്റേത് പഠിച്ചതാണ്, എല്ലാ സൂറത്തും സൂക്തങ്ങളും വചനങ്ങളും ഒക്കെ ഞാൻ ഓർത്തുപോയി, പ്രവാചകനെ ഓർത്ത് ഞാൻ കരഞ്ഞുപോയി എന്നൊക്കെ പറയുമ്പം കൂടെ കരയുന്ന തരത്തിലുള്ള ആ ഞരമ്പ് കരച്ചിലും ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് അതാണ് അതിൻ്റെ ഒരു നിലപാട്. ഞാനിത് പറഞ്ഞത് പലരും ഞാൻ പറഞ്ഞത് മതിയായില്ല എന്നുള്ള രീതിയിലൊക്കെ എനിക്ക് ഒത്തിരി ആളുകൾ അയക്കുന്നത് കൊണ്ടുകൂടിയാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. എനിക്ക് വളരെ വ്യക്തമായി ഇതിനെ സംബന്ധിച്ച് ഉള്ള ധാരണ നേരത്തെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എനിക്ക് വാസ്തവമായ ഒരു സംഗതി.